ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ഇന്നൊരു ചുണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ. ചുണ്ടയ്ക്ക പറിച്ച് ഒന്നൊന്നായിട്ട് ഇളക്കി ഒരു ചെറിയ പാത്രത്തിൽ ലേശം വെള്ളം എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് ആ വെള്ളത്തിലോട്ടാണ് നമ്മൾ ഇടുന്നത്. കണ്ടില്ലേ? അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് ആ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. ഓരോന്നായിട്ട് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല സാധനമാണ്. ഇത് ഒന്നൊന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് കുറച്ച് പാടുള്ള കാര്യമാണ്, എന്നാലും കുഴപ്പമില്ല, ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് ഇങ്ങനെ കഴുകി ഇത് ആക്ച്വലി ഇത് നമുക്ക് കാണുമ്പം നമുക്കത് ഗ്രീൻ പീസായിട്ട് തോന്നുമല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? ഇങ്ങനെ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് നല്ലപോലെ എല്ലാം കഴുകി എടുക്കണം. അതിൻ്റെ ചെറിയ ചെറിയ പൊടികൾ കാണാം. വെള്ളം കാണുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്കെല്ലാം ചതച്ചെടുക്കണം. ഇതുപോലത്തെ ഒരു ചതയ്ക്കുന്ന കല്ലിലിട്ട് ഇതുപോലെ ഇടിച്ച് അതിൻ്റെ കുരുക്കൾ കാണുന്നില്ലേ? അത് നമുക്ക് വേണ്ട. ആ തൊലി മാത്രം മതി തോരൻ വയ്ക്കാൻ. ആ കുരു ഒന്നും എടുക്കണ്ട. ഇങ്ങനെ ചതയ്ക്കുമ്പോൾ തന്നെ കുരു എല്ലാം പുറത്തോട്ട് വരും. അപ്പോൾ അതും അതിൻ്റെ തൊലി മാത്രം മതി. ഇതുപോലെ ഇട്ട് കറക്കി എടുക്കണം. ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും ഇതാരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. നല്ല ടേസ്റ്റി സാധനമാണ്, നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, അല്ലേ? പിന്നെ ഇതെല്ലാം കറക്കി ഇതുപോലെ കുരു കളഞ്ഞ് എടുക്കണം. പിന്നെ ഒന്നും കൂടി ഇതെല്ലാം ഇടിച്ച് നല്ലപോലെ ചതച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ടേ. കണ്ടില്ലേ? കഴുകി ഇതുപോലെ നല്ലപോലെ എടുക്കുന്നുണ്ട്. എടുത്ത് ഇതിൻ്റെ തൊലി മാത്രം മതി നമുക്ക് തോരൻ വയ്ക്കാൻ. ഇതിൻ്റെ കുരു എടുക്കുക ചെയ്യരുത് കേട്ടോ, ചിലപ്പോൾ കയ്പ്പ് വരും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ തൊലി മാത്രം മതി. അത് നല്ലപോലെ പിഴിഞ്ഞ് കുരു മാത്രം കളഞ്ഞ് ഇതുപോലെ വേണ്ട തൊലി നമുക്ക് കിട്ടും. നല്ലപോലെ ഇച്ചിരി കുറച്ചൊന്ന് മെനക്കെട്ട പണിയാണ്, എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റി ആയിട്ടുള്ള സാധനം കഴിക്കാൻ നമുക്ക് ഇച്ചിരി മെനക്കെടാം. പിന്നെ നമ്മൾ തോരന് എടുക്കുന്ന സവാള, ഒരു വലിയ സവാള, പിന്നെ തേങ്ങ വേണം. തേങ്ങയുടെ പുറത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം ജീരകം, കറിവേപ്പില. പിന്നെ ഒരു പാൻ എടുത്തു, എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ടു, സവാള ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചുണ്ടയ്ക്ക എല്ലാം വാരി ഇട്ടിട്ട് ആവിയിൽ വെച്ച് കുറച്ച് നേരം വേവിക്കണം. പിന്നെ ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും ലേശം കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ. ഒഴിച്ച് പിന്നെ ഈ അരപ്പും കൂടി ചേർത്തെല്ലാം നല്ലപോലെ ഇതിൻ്റെ അകത്ത് വെച്ച് ആവിയിൽ നല്ലപോലെ വേവിച്ചെടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം, അടിക്ക് പിടിക്കുന്നുണ്ടോ കരിയുന്നുണ്ടോ എന്നൊക്കെ. ഇത് എളുപ്പം വെന്ത് കിട്ടും. അപ്പം നല്ല ഒരു സാധനമാണ് ഇത്. നല്ല ടേസ്റ്റാണ്. ഞാൻ കൂടെ പറയുന്നുണ്ടല്ലേ, ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.